അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ക്ലാസ് 8 ഫിഖ്ഹുൽ ഇസ്ലാമിലെ ആദ്യത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ആദ്യത്തെ പാഠം അൽ ഫിഖ്ഹുൽ ഇസ്ലാമി. നമുക്കറിയാം, ക്ലാസ് 8 ഫിഖ്ഹ് എല്ലാ പാഠങ്ങളും അറബിയിലാണ്. ആ അറബി പാഠങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ഭാഷയിൽ മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് ഓരോ പാഠത്തിൻ്റെയും തദ്രീബാത്ത് നോക്കാം. ആദ്യത്തെ പാരഗ്രാഫ്. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നമുക്കിപ്പോൾ നോക്കാം. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങളിലെ പണ്ഡിതന്മാരെയും അനുസരിക്കുക. വല്ല കാര്യത്തിലും നിങ്ങൾ തർക്കിച്ചാൽ നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ആ കാര്യം അള്ളാഹുവിനും റസൂലിനും വിട്ടുകൊടുക്കുക. അതാണ് അത്യുത്തമവും ഏറ്റവും നല്ല മടക്കവും. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. ഫിഖ്ഹ് എന്നാൽ കർമ്മപരമായ മതവിധി വിലക്കുകളെക്കുറിച്ചുള്ള വിജ്ഞാനമാണ്. അത് സുപ്രധാന വിജ്ഞാനങ്ങളിൽ പെട്ടതുമാണ്. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ ഉറവിടങ്ങൾ ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് എന്നിവയാകുന്നു. സുന്നത്ത് എന്നാൽ തിരുനബിയുടെ വാക്കുകളും പ്രവൃത്തികളും മൗനാനുവാദങ്ങളുമാണ്. ഇജ്മാ എന്നാൽ തിരുനബിയുടെ വഫാത്തിനു ശേഷം ഒരു കാലഘട്ടത്തിലെ ഗവേഷണയോഗ്യരായ പണ്ഡിതന്മാർ ഒരു മതനിയമത്തിൽ ഏകോപിക്കലാണ്. ഖിയാസ് എന്നാൽ രണ്ട് കാര്യങ്ങളിൽ ഒരേ നിയമകാര്യമുണ്ടായതിനു വേണ്ടി ഒന്നിൻ്റെ മതവിധി മറ്റൊന്നിന് ചാർത്തലാണ്. വിസ്കി, ബിയർ പോലത്തെ ആൽക്കഹോൾ ഉള്ള പാനീയങ്ങൾ കുടിക്കൽ നിഷിദ്ധമായതുപോലെ. കാരണം കള്ളുകുടിയോട് തുലനം ചെയ്താൽ അവ നിഷിദ്ധമാണെന്ന് വരും. ലഹരിയാണ് രണ്ടിലുമുള്ള കാരണഘടകം. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. കർമ്മശാസ്ത്രത്തിൻ്റെ പ്രധാന അധ്യായങ്ങൾ 4 1 ആരാധനകൾ, 2 ഇടപാടുകൾ, 3 വൈവാഹികങ്ങൾ, 4 കുറ്റകൃത്യങ്ങൾ. അടുത്ത പാരഗ്രാഫ് നോക്കൂ. അൽ അഇമ്മത്തുൽ അർബഅ എന്ന പാരഗ്രാഫിൻ്റെ അർത്ഥമാണ് നോക്കുന്നത്. ഉറവിടങ്ങളിൽ നിന്നും മതനിയമത്തെ കണ്ടെത്തുന്നത് ഗവേഷണയോഗ്യരായ പണ്ഡിതന്മാരാണ്. ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ ഒരുപാട് ഗവേഷകന്മാർ ഉണ്ടായിരുന്നു. പക്ഷേ അവരിൽ നിന്ന് ക്രോഡീകൃതമായ രൂപത്തിൽ 4 പേരുടെ വീക്ഷണധാരകൾ മാത്രമാണ് അവശേഷിച്ചത്. അവർ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എന്നിവരാണ്. ഇവർ അൽ അഇമ്മത്തുൽ അർബഅ, അതായത് 4 ഇമാമുമാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവരിൽ ഒരാളെ അനുകരിക്കൽ നിർബന്ധമാണെന്ന് മുസ്ലിം സമൂഹം ഏകോപിച്ചിട്ടുണ്ട്. കർമ്മശാസ്ത്രത്തിൽ ഈ 4-ൽ ഒരു ഇമാമിനെയാണ് മുസ്ലിം സമൂഹം പിന്തുടരുന്നത്. നാം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബ് പ്രകാരമുള്ളവരാണ്. ഷാഫിഈ ഇമാമിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു ഖുറൈശി പണ്ഡിതൻ ലോകത്തിൻ്റെ പല ദിക്കുകളും വിജ്ഞാനം കൊണ്ട് നിറയ്ക്കും. അടുത്ത പാരഗ്രാഫ് നോക്കൂ. മതവിധി ഒന്നുകിൽ ഒരു കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ അവയ്ക്കിടയിൽ ഇഷ്ടം തിരഞ്ഞെടുക്കാനോ ഉള്ള തേട്ടമാണ്. ആദ്യത്തേത് കാർക്കശ്യ രൂപത്തിലാണെങ്കിൽ നിർബന്ധമെന്നും കാർക്കശ്യമില്ലെങ്കിൽ സുന്നത്തെന്നും പറയുന്നു. രണ്ടാമത്തത് കർക്കശ രൂപത്തിലാണെങ്കിൽ ഹറാമെന്നും ഇല്ലെങ്കിൽ കറാഹത്തോ ഖിലാഫുൽ ഔലയോ ആണ്. മൂന്നാമത്തേത് ഹലാലുമാണ്. അടുത്ത പാരഗ്രാഫ്. വാജിബ് എന്നാൽ ചെയ്താൽ കൂലിയും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതുമാണ്. 5 വക്ത് നിസ്കാരങ്ങൾ ഉദാഹരണം. വാജിബിന് ഫർള് എന്നും പേരുണ്ട്. അത് 2 ഇനമാണ്: ഫർള് ഐന്, ഫർള് കിഫായ. ഫർള് ഐൻ എന്നാൽ ഓരോ മുക്കല്ലഫിനും, മുക്കല്ലഫ് എന്നാൽ ബുദ്ധിയും പ്രായപൂർത്തിയുമുള്ളവൻ, അപ്പോൾ ഓരോ മുക്കല്ലഫിനും നിർബന്ധമാണ്. ഇതിനുദാഹരണം റമളാൻ നോമ്പ്. അത് എല്ലാ മുക്കല്ലഫിനും നിർബന്ധമാണ്. ഫർള് കിഫായ എന്നാൽ മയ്യത്ത് നിസ്കാരം പോലെ ഒരു പറ്റം മുക്കല്ലിഫീങ്ങൾക്ക് നിർബന്ധമായതാണ്.
അത് ഒരു മുക്കല്ലഫ് നിർവഹിച്ചാൽ മറ്റുള്ളവരിൽ നിന്ന് ബാധ്യത ഒഴിവാക്കി. സുന്നത്ത് എന്നാൽ ചെയ്താൽ കൂലിയും ഉപേക്ഷിച്ചാൽ ശിക്ഷ ഇല്ലാത്തതുമാണ്. റവാത്തിബ് നിസ്കാരങ്ങൾ ഉദാഹരണം. സുന്നത്തിന് മൻസൂബ് എന്നും മുസ്തഹബ് എന്നും പേരുണ്ട്. അടുത്ത പാരഗ്രാഫ് നോക്കൂ. ഹറാം എന്നാൽ ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതും ചെയ്താൽ ശിക്ഷയുള്ളതുമാണ്. മാതാപിതാക്കളെ ഉപദ്രവിക്കൽ ഉദാഹരണം. കറാഹത്തും ഖിലാഫുൽ ഔലയും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതും ചെയ്താൽ ശിക്ഷ ഇല്ലാത്തതുമാണ്. പക്ഷേ കറാഹത്തിലുള്ള നിരോധന വ്യക്തമായിരിക്കും. പള്ളിയിൽ കയറിയാൽ തഹിയ്യത്ത് നിസ്കാരം ഒഴിവാക്കുന്നത് ഉദാഹരണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും പള്ളിയിൽ കടന്നാൽ 2 റക്അത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത്. നബിയുടെ ഈ വാക്ക് വ്യക്തമായ നിരോധനയാകുന്നു. ദുഹാ നിസ്കാരം ഒഴിവാക്കൽ ഖിലാഫുൽ ഔലയാണ്. കാരണം അത് നിർവഹിക്കണമെന്ന് കൽപ്പന വന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാനുള്ള കൽപ്പന ആ കാര്യം ഉപേക്ഷിക്കുന്നതിനെ തൊട്ടുള്ള വ്യക്തമല്ലാത്ത നിരോധനയാണ് മുബാഹ്. അടുത്ത പാരഗ്രാഫ് നോക്കൂ. മുബാഹ് എന്നാൽ ചെയ്താലോ ഉപേക്ഷിച്ചാലോ കൂലിയും ശിക്ഷയും ഇല്ലാത്തതാണ്. പാല് കുടിക്കൽ ഉദാഹരണം. മുബാഹിന് ജായിസ് എന്നും ഹലാൽ എന്നും പേരുണ്ട്. ഈ പാഠത്തിൻ്റെ അർത്ഥം കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? നമുക്കിനി ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ആദ്യത്തെ പ്രവർത്തനം മക്തുബു തഅരീഫ്, അതായത് നിർവചനം എഴുതുക, ഡെഫിനിഷൻ എന്ന് പറയും. അതിൽ 1 അൽ ഫിഖ്ഹ്. ഫിഖ്ഹ് എന്നാൽ കർമ്മപരമായ മതവിധി വിലക്കുകളെക്കുറിച്ചുള്ള വിജ്ഞാനമാണ്. അടുത്തത് സുന്നത്ത്. സുന്നത്ത് എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവൃത്തികളും മൗനാനുവാദങ്ങളുമാണ്. അടുത്തത് ഇജ്മാ. ഇജ്മാ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഒരു കാലഘട്ടത്തിലെ ഗവേഷണയോഗ്യരായ പണ്ഡിതന്മാർ ഒരു മതനിയമത്തിൽ ഏകോപിക്കലാണ്. അടുത്തത് ഖിയാസ്. ഖിയാസ് എന്നാൽ 2 കാര്യങ്ങളിൽ ഒരേ നിയമകാരണമുണ്ടായതിനു വേണ്ടി ഒന്നിൻ്റെ മതവിധി മറ്റൊന്നിന് ചാർത്തലാണ്. അടുത്ത പ്രവർത്തനം നക്തശ്ഫുൽ ഹുക്മൽ മുവാഫിഖ്, അനുയോജ്യമായ ഹുക്മ് കണ്ടെത്തുക. അതിൽ 1 തലബു ഫഇലിൻ ഹൈസു യകൂനു ജാസിമ, അതായത് ഒരു കാര്യം ചെയ്യണമെന്ന തേട്ടം കർക്കശമാണെങ്കിൽ. ഇതിന് ശരിയായ ഹുക്മ് വാജിബ്. 2 തലബു ഫഇലിൻ ഹൈസു യകൂനു ഗൈറ ജാസിം, അതായത് ഒരു കാര്യം ചെയ്യണമെന്ന തേട്ടം കാർക്കശ്യമില്ലെങ്കിൽ. അതിന് ശരി ഉത്തരം സുന്നത്ത്. 3 തലബുൻ ലിതർക്കി ഷൈഇൻ ഹൈസു യകൂനു ജാസിമൻ, അതായത് ഒരു കാര്യം ഉപേക്ഷിക്കണമെന്ന തേട്ടം കാർക്കശമാണെങ്കിൽ. അതിന് ശരി ഉത്തരം ഹറാം. തലബു ഫിഇലിൻ ഹൈസു യകൂനു ഗൈറ ജാസിമിൻ, അതായത് ഒരു കാര്യം ചെയ്യണമെന്ന തേട്ടം കാർക്കശ്യമില്ലെങ്കിൽ. അതിന് ശരിയായത് സുന്നത്ത്. 3 തുലബുൽ ലിതർക്കി ഷൈഇൻ ഹൈസു യകൂനു ജാസിമൻ, അതായത് ഒരു കാര്യം ഉപേക്ഷിക്കണമെന്ന തേട്ടം കർക്കശമാണെങ്കിൽ. അതിനേതാണ് ശരിയായത്? അതെ, ഹറാമാണ്. അപ്പോൾ ഹറാം, അതായത് ഒരു കാര്യം ഉപേക്ഷിക്കണമെന്ന തേട്ടം കാർക്കശ്യമില്ലെങ്കിൽ. അതിന് ശരിയായത് കറാഹത്ത്. അടുത്ത പ്രവർത്തനം നക്തശ്ഫുൽ ഇജാബാത്ത്, ഉത്തരം കണ്ടെത്തുക. 1 മാഹിയൽ ഇബാഹ, ഇബാഹത്ത് എന്നാൽ എന്ത്? ഉത്തരം ചെയ്താലോ ഉപേക്ഷിച്ചാലോ കൂലിയും ശിക്ഷയും ഇല്ലാത്തതാണ് മുബാഹ്. മുബാഹ് എന്നാൽ ഇബാഹത്തിൻ്റെ മറ്റൊരു പേരാണ്. രണ്ടാമത്തെ ചോദ്യം കം ബാബല്ലിൽ ഫിഖ്ഹ് വമാഹിയ, അതായത് ഫിഖ്ഹ് എത്ര അധ്യായങ്ങളുണ്ട്, അവ ഏവ എന്നാണ് ചോദ്യം. ഉത്തരം കർമ്മശാസ്ത്രത്തിൻ്റെ പ്രധാന അധ്യായങ്ങൾ 4 1 ആരാധനകൾ, 2 ഇടപാടുകൾ, 3 വ്യവാഹികങ്ങൾ, 4 കുറ്റകൃത്യങ്ങൾ. 3 മൻ ഹുമുൽ അഇമ്മത്തുൽ അർബഅ മാ ഹുക്മു തഖ്ലീദി വാഹിദിൻ മിൻഹും, അതായത് അഇമ്മത്തുൽ അർബഅ ആരാണ്, അവരിൽ ഒരാളെ പിൻപറ്റുന്നതിൻ്റെ വിധി എന്ത്? ഉത്തരം 1 ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, 4 ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എന്നിവരാണ് അഇമ്മത്തുൽ അർബഅ. അവരിൽ ഒരാളെ അനുകരിക്കൽ നിർബന്ധമാണ്.
4. മനിൽ മുക്കല്ലഫ്, ആരാണ് മുക്കല്ലഫ്? ഉത്തരം ബുദ്ധിയും പ്രായപൂർത്തിയുമുള്ളവനാണ് മുക്കല്ലഫ്. 5. മൽ ഫർഖു ബൈന ഫർലിൽ ഐനി വ ഫർലിൽ കിഫായ, ഫർള് ഐനും ഫർള് കിഫായയും തമ്മിലുള്ള വ്യത്യാസം, അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഫർള് ഐൻ എന്നാൽ ഓരോ മുക്കല്ലഫിനും നിർബന്ധമായതാണ്. എന്നാൽ ഫർള് കിഫായ ഒരു പറ്റം മുക്കല്ലഫീങ്ങൾക്ക് നിർബന്ധമായതാണ്. അത് ഒരു മുക്കല്ലഫ് നിർവഹിച്ചാൽ മറ്റുള്ളവരിൽ നിന്നും ബാധ്യത ഒഴിവാകുന്നതാണ്. 6. ഈതി ബിസ്മിൻ ആഖറ ലിൽ വാജിബ്, അതായത് വാജിബിൻ്റെ മറ്റൊരു പേരെന്ത് എന്നാണ് ചോദ്യം. ഉത്തരം ഫർള്. അടുത്ത പ്രവർത്തനം നുകവ്വിനു ജദ്വലൻ ലിൽ അഹ്കാമി ശർഇയ്യ, അതായത് ശർഇയായ വിധികളെക്കുറിച്ചുള്ള ഒരു പട്ടിക തയ്യാറാക്കുക. അഹ്കാം എന്ന കോളത്തിൽ 1 by 1 ആയി ഓരോ വിധികളും എഴുതുക. തഅരീഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദീകരണം. മിസാലുൽ ലഹു, അതായത് ഓരോന്നിൻ്റെയും ഉദാഹരണം എഴുതണം. അപ്പോൾ ഒന്നാമത്തത് വാജിബ്, അതിൻ്റെ തഅരീഫ്, ചെയ്താൽ കൂലിയും ഉപേക്ഷിച്ചാൽ ശിക്ഷയും ഉള്ളത്. അതിൻ്റെ ഉദാഹരണം 5 വക്ത് നിസ്കാരങ്ങൾ. 2. സുന്നത്ത്, അതിൻ്റെ തഅരീഫ്, ചെയ്താൽ കൂലിയും ഉപേക്ഷിച്ചാൽ ശിക്ഷ ഇല്ലാത്തതും. അതിൻ്റെ ഉദാഹരണം റവാത്തിബ് നിസ്കാരങ്ങൾ. 3. വിധി ഹറാം, ഉപേക്ഷിച്ചാൽ കൂലി ഉള്ളതും ചെയ്താൽ ശിക്ഷ ഉള്ളതും. അതിൻ്റെ ഉദാഹരണം മാതാപിതാക്കളെ ഉപദ്രവിക്കൽ. 4. കറാഹത്ത്, അതിൻ്റെ തഅരീഫ്, ഉപേക്ഷിച്ചാൽ കൂലി ഉള്ളതും ചെയ്താൽ ശിക്ഷ ഇല്ലാത്തതും. അതിൻ്റെ ഉദാഹരണം പള്ളിയിൽ കയറിയാൽ തഹിയ്യത്ത് നിസ്കാരം ഒഴിവാക്കൽ. 5. ഹുക്മ മുബാഹ്, അതിൻ്റെ തഅരീഫ്, ചെയ്താലോ ഉപേക്ഷിച്ചാലോ കൂലിയും ശിക്ഷയും ഇല്ലാത്തത്. അതിൻ്റെ ഉദാഹരണം പാല് കുടിക്കൽ. ഈ പാഠം കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.